സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് CSEB ചോദിച്ചിട്ടുള്ള 1075/2025 ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാം പരീക്ഷ എഴുതിയവരാണ്, അതുപോലെ അതിൻ്റെ ഉത്തരങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയവരാണ്. നമ്മൾ നോക്കുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷനും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ്. അപ്പോൾ നോക്കുക. നോക്കിയേ, ഇതിൽ ആദ്യത്തെ ചോദ്യം നോക്കിയേ. ചോദ്യം ഇതാണ്: ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ. ഉചിതമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഫില്ലപ്പ് ചെയ്യാനാണ് ചോദ്യം, അല്ലെങ്കിൽ വാക്ക് വെച്ചിട്ട് ഫില്ലപ്പ് ചെയ്യാനാണ്. അപ്പോൾ ചോദ്യം എങ്ങനെയായിരുന്നു? യു ഹാഡ് ബെറ്റർ ഡാഷ് ദ ട്രൂത്ത്. യു ഹാഡ് ബെറ്റർ ഡാഷ് ദ ട്രൂത്ത്. സ്പീക്ക് ഓപ്ഷനിലുണ്ട്, അതുപോലെ സ്പോക്ക് ഉണ്ട്, അതുപോലെ ടു സ്പീക്ക് ഉണ്ട്, സ്പോക്കൺ ഉണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിയേ. യു ഹാഡ് ബെറ്റർ ഡാഷ് ദ ട്രൂത്ത്. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഹാഡ് ബെറ്റർ വരുന്ന ചോദ്യമാണ്. ഹാഡ് ബെറ്റർ വരുന്ന ചോദ്യമാണ്. അപ്പോൾ ഹാഡ് ബെറ്റർ വരുന്ന ചോദ്യങ്ങളിൽ തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? V1 ആയിരിക്കണം. ബെയർ ഇൻഫിനിറ്റീവ്. സത്യത്തിൽ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V0 ഫോം ഓഫ് വെർബ് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ V1 എന്ന് പഠിച്ചാൽ മതി, കാഴ്ചയിൽ രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ V1 അവിടെ ഉത്തരമായിട്ട് വരണം. നമ്മൾ പഠിച്ചതാണ് ഇൻഫിനിറ്റീവ്സ് ആൻഡ് ബെയർ ഇൻഫിനിറ്റീവ്സ് എന്ന ടോപ്പിക്കിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് വരുന്നു? നമുക്ക് എ ഓപ്ഷൻ ആയിട്ടുള്ള സ്പീക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. എ ഓപ്ഷൻ ആയിട്ടുള്ള ഏത് വരുന്നു? സ്പീക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഇൻഫിനിറ്റീവ്സ് ആൻഡ് ബെയർ ഇൻഫിനിറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇൻഫിനിറ്റീവ്, എന്താണ് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് മനസ്സിലാക്കുക. വെർബിൻ്റെ V1 രൂപങ്ങൾക്ക് മുന്നിലായിട്ട് ടു ചേർത്ത് പറഞ്ഞാൽ, അതായത് 2+V1 പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫിനിറ്റീവ് രൂപം, അല്ലെങ്കിൽ ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. അതായത് ടു ഡാൻസ്, ടു ഡാൻസ്. ഡാൻസ് എന്ന് പറയുന്ന വെർബിന് മുന്നിലായിട്ട് ടു ചേർത്ത് പറയുന്നു. അതുപോലെ ടു സിങ്, സിങ് എന്ന് പറയുന്ന വെർബിനായി മുന്നിലായിട്ട് ടു ചേർത്തിട്ട് പറയുന്നു. ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നു. എന്നാൽ എന്താണ് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർബിൻ്റെ V1 രൂപങ്ങൾക്ക് മാത്രം പറയുന്ന പേര്. അതായത് ഡാൻസ്, അതുപോലെ സിങ്, അതുപോലെ എന്ത് ചെയ്യുന്നു, ഗോ, ഇങ്ങനെയൊക്കെ പറയുന്ന V1 രൂപങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത് രൂപങ്ങൾ? ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് രൂപം. നമുക്ക് ആ ബെയർ ഇൻഫിനിറ്റീവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു തന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റൂളുകളൊന്ന് പഠിക്കാം. ഒന്ന് പറഞ്ഞേ. ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, ഹാഡ് സൂണർ. ഓരോ ചോദ്യങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾ എന്നോടൊപ്പം അത്രയും പഠിച്ചു വയ്ക്കുക, ആ ടോപ്പിക്ക് ഒന്ന് പഠിക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, ഹാഡ് സൂണർ. ഇതിൽ ഏത് വാക്ക് കഴിഞ്ഞാലും തുടർന്ന് വരുന്ന വേർബ് എന്തായിരിക്കണം? V1 ആയിരിക്കണം. ഏതായിരിക്കണം? V1. ഏതൊക്കെയാ വാക്കുകൾ? ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, ഹാഡ് സൂണർ. കഴിഞ്ഞിട്ട് വരുന്ന വേർബ് എപ്പോഴും എന്തായിരിക്കണം? V1 ആയിരിക്കണം. മറക്കരുത്. ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, ഹാഡ് സൂണർ. കഴിഞ്ഞിട്ട് വരുന്നത് V1 ആയിരിക്കണം. നോക്കിയ ചോദ്യം. യു ഹാഡ് ബെറ്റർ ഡാഷ് എ സോങ്. യു ഹാഡ് ബെറ്റർ ഡാഷ് എ സോങ്. സിങ് ഓപ്ഷനിലുണ്ട്, സാങ് ഓപ്ഷനിലുണ്ട്, സങ് ഉണ്ട്, ടു സിങ് ഉണ്ട്. സിങ്, സാങ്, സങ്, ടു സിങ്. ഏത് ഉത്തരം വരുന്നു? നിങ്ങൾ ഇതിനെ പറഞ്ഞു നോക്കുക. ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് ഉത്തരം ഏതായിരിക്കണം? V1. ഏതാ? സിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. മറ്റൊരു ചോദ്യം ഞാൻ എഴുതാം, നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് പറഞ്ഞു നോക്കിയേ. യു ഹാഡ് ബെറ്റർ, യു ഹാഡ് ബെറ്റർ, യു ഹാഡ് ബെറ്റർ, യു ഹാഡ് ബെറ്റർ ഡാഷ് ദ പ്രോബ്ലം. യു ഹാഡ് ബെറ്റർ ഡാഷ് ദ പ്രോബ്ലം. സോൾവ് എന്നത് ഓപ്ഷനിലുണ്ട്, ടു സോൾവ് എന്നത് ഓപ്ഷനിലുണ്ട്, അതുപോലെ സോൾവ്ഡ് എന്നത് ഓപ്ഷനിലുണ്ട്, അതുപോലെ സോൾവ്സ് എന്നത് ഓപ്ഷനിലുണ്ട്. ഉത്തരം പറഞ്ഞു നോക്കിയേ. ഏതാ തന്നിരിക്കുന്നതിൽ? യു ഹാഡ് ബെറ്റർ ഡാഷ് ദ പ്രോബ്ലം. നോക്ക്, ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് ഡാഷ് എടുക്കും. ഉത്തരം ഏതാ? സോൾവ്. V1. സോൾവ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ വാക്കുകൾ ഏതൊക്കെയാ? ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, ഹാഡ് സൂണർ. കഴിഞ്ഞിട്ട് വരുന്ന വേർബ് എപ്പോഴും എന്തായിരിക്കണം? V1 ആയിരിക്കണം. ഓക്കെ, അടുത്തൊരു ചോദ്യം അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. നോക്കിയേ. യു ഹാഡ് സൂണർ ഡാഷ് എ നോവൽ. യു ഹാഡ് സൂണർ ഡാഷ് എ നോവൽ. നോക്ക്, അവിടെ റോട്ട് ഓപ്ഷനിലുണ്ട്, റൈറ്റ് ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്, റിട്ടൺ ഉണ്ട്. ഏതാ ഉത്തരം? ഹാഡ് സൂണർ കഴിഞ്ഞാൽ, ഹാഡ് സൂണർ കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? V1. അതുകൊണ്ട് ഏത് ഉത്തരം വരുന്നു? റൈറ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു?
റൈറ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ 3 വാക്കുകൾ ഏതൊക്കെയാ? ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, ഹാഡ് സൂണർ. കഴിഞ്ഞാൽ ഉത്തരം ഏതായിരിക്കണം? V1 അവിടെ ഉത്തരമായിട്ട് വരണം. ഓക്കെ, അടുത്ത് അതിനകത്ത് വരുന്ന മറ്റൊരു റൂളാണ് വുഡ് സൂണർ. അതായത് ഹാഡിനെ മാറ്റിയിട്ട് വുഡ് ആക്കുക. ഇങ്ങനെയാണ് ഈ വാക്കുകൾ എങ്ങനെ പറയാം? വുഡ് സൂണർ, വുഡ് ബെറ്റർ, വുഡ് റാദർ. 3 വാക്കുകൾ പറഞ്ഞേ. വുഡ് സൂണർ, വുഡ് ബെറ്റർ, വുഡ് റാദർ. പറഞ്ഞേ. വുഡ് സൂണർ, വുഡ് ബെറ്റർ, വുഡ് റാദർ. ഈ 3 വാക്കുകൾ കഴിഞ്ഞാലും തുടർന്ന് വരുന്ന ഉത്തരം എന്തായിരിക്കണം? V1. തുടർന്ന് വരുന്ന ഉത്തരം ഏതായിരിക്കണം? V1. ഏതൊക്കെയാ? വുഡ് സൂണർ, വുഡ് ബെറ്റർ, വുഡ് റാദർ. കഴിഞ്ഞിട്ട് വരുന്ന വേർബ് എപ്പോഴും എന്തായിരിക്കണം? V1 ആയിരിക്കണം. മറക്കരുത്. ചോദ്യം നോക്കിയേ. യുഡ് ബെറ്റർ ഡാഷ് എ സോങ്. യുഡ് ബെറ്റർ ഡാഷ് എ സോങ്. നോക്കുക, വുഡ് ബെറ്റർ കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന വെർബ് ഏതായിരിക്കണം എന്ന് പറഞ്ഞു? V1. സിംഗ് ഉണ്ട്, ടു സിംഗ് ഉണ്ട്, സാങ് ഉണ്ട്, സങ് ഉണ്ട്. ഏതാ ഉത്തരം? സിംഗ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? സിംഗ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. വാക്കുകൾ ഏതൊക്കെയാ? വുഡ് ബെറ്റർ, വുഡ് റാദർ, വുഡ് സൂണർ പ്ലസ് V1. മറ്റൊരു റൂൾ നോക്കിയേ. ലെറ്റ്, മേക്ക്, മെയ്ഡ്, ബിഡ്, വാച്ച്, സീ, ഹിയർ, ഫീല്, ഹെൽപ്പ്. വാക്കുകൾ ഏതൊക്കെയാ? ലെറ്റ്, മേക്ക്, മെയ്ഡ്, ബിഡ്, വാച്ച്, സീ, ഹിയർ, ഫീല്, ഹെൽപ്പ്. ഇതിൽ ഏതെങ്കിലും വാക്ക് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഇതിലേതെങ്കിലും വാക്ക് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? V1 ആയിരിക്കണം. വാക്കുകൾ ഏതൊക്കെയാ? ലെറ്റ്, മേക്ക്, മെയ്ഡ്, ബിഡ്, വാച്ച്, സീ, ഹിയർ, ഫീല്, ഹെൽപ്പ്. ഇതിലേതെങ്കിലും വാക്ക് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം ഏതാ? V1 ആയിരിക്കണം. അതും മറക്കരുത്. നമ്മളിവിടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ വുഡ് റാദർ കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന വെർബ് ഏതാണെന്ന് പറഞ്ഞു? V1 ആണെന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ഒരു എക്സെപ്ഷണൽ ക്വസ്റ്റ്യൻ വരും. നോക്കിയേ, വുഡ് റാദർ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ V1 എഴുതരുത്, പകരം V2 എഴുതുക. എന്തെഴുതി കൊടുക്കുക? V2 ഉത്തരം. ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചോണേ. വുഡ് റാദർ കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് അല്ല, സിമ്പിൾ പാസ്റ്റ് ഉത്തരമായിട്ട് എഴുതണം. നോക്കിയ ഒരു ചോദ്യത്തിലൂടെ പരിചയപ്പെടാം. ഐ വുഡ് റാദർ യു ഡാഷ് ദ പ്രോബ്ലം. സോൾവ് ഓപ്ഷനിൽ കിടപ്പുണ്ട്, ടു സോൾവ് ഓപ്ഷനിൽ കിടപ്പുണ്ട്, സോൾവ്ഡ് ഓപ്ഷനിൽ കിടപ്പുണ്ട്, നണ്ണ് ഇതൊന്നും അല്ല. ഏതാ ഉത്തരമായിട്ട് വരും? നിങ്ങൾ തന്നെ പറ. വുഡ് റാദർ കഴിഞ്ഞിട്ട് യു എന്ന സബ്ജക്റ്റ് വന്നിരിക്കുന്നു, അതുകൊണ്ട് ഉത്തരം ഏതാ? V2. സോൾവ്ഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ പറഞ്ഞ കാര്യം, വുഡ് റാദർ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഉത്തരം V2 എഴുതുക. നമ്മളെ ഇപ്പോൾ പറഞ്ഞ റൂൾ ഏതാ? ലെറ്റ്, മേക്ക്, മെയ്ഡ്, ബിഡ്, വാച്ച്, സീ, ഹിയർ, ഫീൽ, ഹെൽപ്പ്. ഇതിലേതെങ്കിലും വാക്ക് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ടൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തെഴുതി കൊടുക്കുക? V1 ഉത്തരം. ചോദ്യം നോക്കിയേ. ലെറ്റ് ഹിം ഡാഷ് എ സോങ്. നോക്കടോ. സിംഗ്, ലെറ്റ് ഹിം ഡാഷ് എ സോങ്. സിംഗ് ഓപ്ഷനിലുണ്ട്, ടു സിംഗ് ഉണ്ട്, സാങ് ഉണ്ട്, സങ് ഉണ്ട്. നമുക്ക് ലെറ്റ് കഴിഞ്ഞിട്ട് ഹിം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വന്നിരിക്കുന്നു, അതുകൊണ്ട് ഉത്തരം ഏതാ? 2 അല്ലെങ്കിൽ V1. ലെറ്റ് ഹിം സിംഗ് എ സോങ്, അവിടെ ഉത്തരമായിട്ട് V1 ഉത്തരമായിട്ട് വരുന്നു. നമുക്ക് മറ്റൊരു ചോദ്യം. ലെറ്റ് മീ ഡാഷ് ദ പ്രോബ്ലം. നമുക്ക് ഓപ്ഷനിലായിട്ട് സോൾവ് എന്നത് ഓപ്ഷനിലുണ്ട്, അതുപോലെ ടു സോൾവ് എന്നത് ഓപ്ഷനിലുണ്ട്, അതുപോലെ സോൾവ്ഡ് എന്നത് ഓപ്ഷനിലുണ്ട്, അതുപോലെ സോൾവിങ് എന്നത് ഓപ്ഷനിലുണ്ട്. ഉത്തരം പറഞ്ഞു നോക്കിയേ. ഉത്തരം ഏതാ? ലെറ്റ് കഴിഞ്ഞിട്ട് മീ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വന്നിരിക്കുന്നു, അതുകൊണ്ട് ഉത്തരം ഏത് പറയണം? V1. സോൾവ്ഡ് ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ ലെറ്റ്,
മേക്ക്, മെയ്ഡ്, ബിഡ്, വാച്ച്, സീ, ഹിയർ, ഫീല്, ഹെൽപ്പ്. ഇതിലേതെങ്കിലും വാക്ക് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ തുടർന്ന് വരുന്നത് എപ്പോഴും എന്തായിരിക്കണം? V1 ഉത്തരമായിരിക്കണം. ബെയർ ഇൻഫിനിറ്റീവ് ടോപ്പിക്. ആദ്യത്തെ ചോദ്യം മനസ്സിലായോ? ആദ്യത്തെ ചോദ്യം ഇൻഫിനിറ്റീവ്സ് അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട റൂളുകളെല്ലാം നമ്മൾ പറഞ്ഞു. അതുപോലെ നമുക്ക് പറയാം മോഡൽ ഓക്സിലറി വെർബുകൾ. മോഡൽ ഓക്സിലറി വെർബ് ഏത് കഴിഞ്ഞാലും V1 ഉത്തരം. മോഡൽ ഓക്സിലറി എന്ന് പറഞ്ഞാൽ ഏതാ? വില്ലു മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ഓക്സിലറി വെർബുകൾക്ക് പറയുന്ന പേരാണ് മോഡൽ ഓക്സിലറി. കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എന്താ? V1. മോഡൽ ഓക്സിലറി ഏത് കഴിഞ്ഞാലും തുടർന്ന് വരുന്ന വെർബ് ഏതാ? V1 ആയിരിക്കണം. ഓർമ്മയിലിരിക്കുക, ഇതൊക്കെ നമുക്കറിയാം. അതുപോലെ ബട്ട്, ബട്ട്, എക്സെപ്റ്റ്, ബട്ട്, എക്സെപ്റ്റ്, ദാൻ, ഈ 3 വാക്കുകൾ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ട് ഡാഷ് വന്നാൽ ഉത്തരം V1. ഏതാ? ബട്ട്, എക്സെപ്റ്റ്, ദാൻ. ഇതിലേതെങ്കിലും വാക്ക് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു ഡാഷ് വന്നാൽ നിങ്ങൾ എന്തെഴുതി കൊടുക്കുക? ബെയർ ഇൻഫിനിറ്റീവ്, അതായത് V1 അവിടെ ഉത്തരമായിട്ട് എഴുതാം. ക്ലിയർ ആയോ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നോക്കിയേ. പിക്ക് ഔട്ട് ദ ഓപ്ഷൻ ദാറ്റ് കറക്റ്റ്ലി പാസീവ്സ് ദ സെന്റൻസ് ബിലോ. പാസീവ് ഫോം എഴുതാനാണ്. തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ പാസീവ് ഫോം ഏതാണ്? താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ പാസീവ് ഫോം ഏതാണ്? നോക്കിയ ചോദ്യം ഇങ്ങനെയായിരുന്നു. ദ ബോഡി ഈസ് കണ്ടക്ടിങ് ദ ഇന്റർവ്യൂ ടുമോറോ. ദ ബോഡി ഈസ് കണ്ടക്ടിങ് ദ ഇന്റർവ്യൂ ടുമോറോ. അല്ലേ? അപ്പൊ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നമുക്ക് ഈസ് വരുന്നു. നമ്മൾ എളുപ്പവഴി പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ എളുപ്പവഴി പഠിച്ചത്? എൻ്റെ എളുപ്പവഴി ഇങ്ങനെയായിരുന്നു. 4 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വായിച്ചിട്ട് ഉത്തരങ്ങളൊന്ന് പറയാം. നോക്കിയേ, ഒന്ന് പറഞ്ഞു നോക്കണം. എല്ലാവരും എന്നോടൊപ്പം ചോദ്യം ചെയ്ത് വരണേ. എല്ലാവരും നോട്ട്ബുക്ക് വെച്ച് തന്നെ പഠിക്കണം. നോട്ടിൽ ഉത്തരം എഴുതുക. ചോദ്യം എഴുതണമെന്നില്ല. എൻ്റെ കണ്ടന്റ്, പറയുന്ന കണ്ടന്റുകളൊന്ന് കുറിച്ച് വയ്ക്കുക. ഓക്കെ, മറക്കരുത്. അപ്പോൾ നമ്മളൊരു എളുപ്പവഴി പഠിച്ചു. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഈസ്, അതുപോലെ ആമ്, ആറ്, വാസ്, വെയർ, ഇതിലേതെങ്കിലും ഓക്സിലറി വരുന്ന ചോദ്യമാണെങ്കിൽ നിങ്ങൾ ഓപ്ഷനിൽ ഏത് നോക്കണം? ബീയിങ് കഴിഞ്ഞിട്ട് ബീയിങ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. ബീയിങ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. അതുപോലെ ഹാസ്, ഹാവ്, അതുപോലെ ഹാഡ് വരുന്ന ചോദ്യമാണെങ്കിൽ ബീൻ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. ബീൻ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ. അതുപോലെ എന്ത് ചെയ്യുന്നു? നമ്മുടെ വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ, വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ ബി പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. ബി പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. അതുപോലെ V1 ഓർ എസിൽ അവസാനിക്കുന്ന വെർബ് ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് നോക്കുക? ഈസ്, ആമ്, ആറ് കഴിഞ്ഞിട്ട് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. ഈസ്, ആമ്, ആറ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ. ലാസ്റ്റ് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന ഒരു ചോദ്യമാണ് കിടക്കുന്നതെങ്കിൽ അതിന്റെ പാസീവ് ഫോം നോക്കുമ്പോൾ 4 ഓപ്ഷനിൽ നിങ്ങൾ എന്ത് നോക്കുക? വാസ് ഓർ വെയർ, വാസ് ഓർ വെയർ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. വാസ് ഓർ വെയർ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. അപ്പോൾ ഓർമ്മയിലിരിക്കുക. ഇത് വെച്ച് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഈസ്, ആം, ആർ, വാസ്, വെയർ ഇതിലേതെങ്കിലും ഓക്സിലറി വരുന്ന ചോദ്യമാണെങ്കിൽ ബീയിങ് കഴിഞ്ഞ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ ബീൻ കഴിഞ്ഞ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ ബി കഴിഞ്ഞ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. V1 അല്ലെങ്കിൽ എസിൽ അവസാനിക്കുന്ന വെർബ് ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ ഈസ്, ആം, ആർ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. V2 അല്ലെങ്കിൽ ഡിഡ് ആണെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കുക. നോക്കിയേ, നമുക്കിവിടെ ചോദ്യത്തിൽ ഈസ് കിടക്കുന്നു. അപ്പോൾ നമ്മൾ എന്തെന്ന് പറഞ്ഞു? ബീയിങ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ. നോക്കിയേ, ഒന്നാമത്തേൽ ബീയിങ് ഒന്നും ഇല്ല, വരില്ല. രണ്ടാമത്തേൽ നോക്കിയേ, ബീയിങ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ ഉണ്ട്. ബീയിങ് പ്ലസ് V3 വരുന്ന ഓപ്ഷനാണ്. അത് ഉത്തരം വരാം. ഈസ് കഴിഞ്ഞ് ബീയിങ് പ്ലസ് V3 വന്നിട്ടുണ്ട്, ഉത്തരം വരാം. മൂന്നാമത്തേൽ ബി പ്ലസ് V3 ആണ്, വരില്ല. നാലാമത്തേലും ബി പ്ലസ് V3 വരില്ല. അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നു? ബി ഓപ്ഷൻ. ഓപ്ഷൻ ബി നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ ബി അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ അത് ഓർമ്മയിലിരിക്കുക. നോക്ക്, ഈസ്, ആമ്, ആറ്, വാസ്, വെയർ വരുന്ന ചോദ്യങ്ങളുടെ പാസീവ് വോയിസിന്റെ ഇക്വേഷൻ എങ്ങനെയാ? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ബീയിങ് പ്ലസ് V3. ഒബ്ജക്റ്റ്, വെർബിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാക്ക് ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് തന്നിരിക്കുന്ന ഓക്സിലറി എഴുതുക, ബീയിങ് എന്ന് എഴുതിയിട്ട് V3 എഴുതുക. പാസീവായി.
അടുത്തത് ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന ചോദ്യങ്ങളുടെ പാസീവ് ഒബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, ബീൻ പ്ലസ് വി3. ഒബ്ജക്റ്റ്, ഓക്സിലറി, ബീൻ പ്ലസ് വി3. അതുപോലെ വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ചോദ്യങ്ങളുടെ പാസീവ് എങ്ങനെയാ? ഒബ്ജക്റ്റ്, ഓക്സിലറി, ബി പ്ലസ് വി3. ഒബ്ജക്റ്റ്, ഓക്സിലറി, ബി പ്ലസ് വി3. V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്, അതാണ് V1 ഓർ എസ് എന്ന് പറഞ്ഞ എസ്സിൽ അവസാനിക്കുന്ന വെർബ്. ഡു, ഡസ്, V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്, അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന ചോദ്യങ്ങൾ, അതായത് സിമ്പിൾ പ്രസന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പാസീവ് എങ്ങനെയാ? ഒബ്ജക്റ്റ്, ഈസ്, ആം, ആർ പ്ലസ് വി3. ഒബ്ജക്റ്റ്, ഈസ്, ആം, ആർ പ്ലസ് വി3. ഇനി അതേപോലെ V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ, V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ പാസീവ് എങ്ങനെ എഴുതാം? ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വി3. ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വി3. ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വി3. മറക്കരുത്. ഓക്കെ, ഇനി കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. എല്ലാവരും എന്നോടൊപ്പം ആ ചോദ്യങ്ങളൊന്നും ചെയ്തു നോക്കിയേ. ദേ ആർ സിംഗിങ് എ സോങ്. നമുക്ക് ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ്, സിംഗിങ് എന്ന് പറയുന്ന വെർബാണ്, എ സോങ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. പാസീവ് എങ്ങനെ എഴുതാം? ഈസ്, ആം, ആറൊക്കെ വരുന്നതിന്റെ പാസീവ് എങ്ങനെ പറഞ്ഞു? ഒബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, ബീയിങ് പ്ലസ് വി3. ഒബ്ജക്റ്റ് ഏതാ? എ സോങ്. എഴുതി എ സോങ്. എ സോങ് സിംഗുലാർ ആയതുകൊണ്ട് ആർ എഴുതാൻ പറ്റുമോ? ഇല്ല. ആറിന്റെ സിംഗുലാർ ഏത്? ഈസ്. എ സോങ് ഈസ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കണം? ബീയിങ്. എ സോങ് ഈസ് ബീയിങ് സങ്. എ സോങ് ഈസ് ബീയിങ് സങ്. പാസീവായി. വേണമെങ്കിൽ ബൈ ചേർത്ത് സബ്ജക്റ്റ് എഴുതാം. ബൈ ദം. ബൈ ദം. ഇത്രേ ഉള്ളൂ. എ സോങ് ഈസ് ബീയിങ് സങ് ബൈ ദം. എ സോങ് ഈസ് ബീയിങ് സങ് ബൈ ദം. മറ്റൊരു ചോദ്യം നോക്കിയേ. ചോദ്യം ഇതാണ്. ഹി ഈസ് റൈറ്റിംഗ് ആൻ എക്സാം. ഹി ഈസ് റൈറ്റിംഗ് ആൻ എക്സാം. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ്, റൈറ്റിംഗ് എന്ന് പറയുന്ന വെർബാണ്, ആൻ എക്സാം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. പാസീവ് എങ്ങനെ എഴുതാം? ഈസ്, ആം, ആറ് വരുന്നതിൻ്റെയൊക്കെ പാസീവ് ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ്, ബീയിങ് പ്ലസ് വി3. ഒബ്ജക്റ്റ് ഏതാ? ആൻ എക്സാം. എഴുതി ആൻ എക്സാം. ആൻ എക്സാം. ഇനി ആൻ എക്സാം സിംഗുലാർ ആയതുകൊണ്ട് നമുക്ക് ഈസ് തന്നെ എഴുതാം. ആൻ എക്സാം ഈസ് ബീയിങ്. ആൻ എക്സാം ഈസ് ബീയിങ് റിട്ടൺ. ആൻ എക്സാം ഈസ് ബീയിങ് റിട്ടൺ ബൈ ആരാ? ഹിം. ബൈ ഹിം. അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം നോക്കിയേ. ഹി വാസ് റൈറ്റിംഗ് നോവൽസ്. ഹി വാസ് റൈറ്റിംഗ് നോവൽസ്. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ്, വാസ് ഓക്സിലറി, റൈറ്റിംഗ് വെർബ്, നോവൽസ് ഒബ്ജക്റ്റ്. എങ്ങനെ എഴുതാം? ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് എഴുതി. ഏതാ? നോവൽസ്. നീ നോവൽസ് എന്ന് പറയുന്നത് പ്ലൂറൽ അല്ലേ? എസ്സിൽ അവസാനിച്ചുകൊണ്ട് വാസ് എഴുതാൻ പറ്റുമോ? ഇല്ല. വാസിന്റെ പ്ലൂറൽ ഏതാ? വെയർ. നോവൽസ് വെയർ ബീയിങ്. വാസൊക്കെ വരുന്നുണ്ട് ബീയിങ്. ബീയിങ് റിട്ടൺ. നോവൽസ് വെയർ ബീയിങ് റിട്ടൺ ബൈ ആരാ? ബൈ ഹിം. ബൈ ഹിം. ഇത്രേ ഉള്ളൂ. നോവൽസ് വെയർ ബീയിങ് റിട്ടൺ ബൈ ഹിം. അടുത്ത ചോദ്യം നോക്കിയേ. ദേ ഹാവ് റിട്ടൺ ആൻ എക്സാം. ദേ ഹാവ് റിട്ടൺ ആൻ എക്സാം. ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ്, റിട്ടൺ വെർബ്, ആൻ എക്സാം ഒബ്ജക്റ്റ്. പാസീവ് എങ്ങനെ എഴുതാം? ആൻ എക്സാം. ആൻ എക്സാം സിംഗുലാർ ആയതുകൊണ്ട് ഹാവിന്റെ സിംഗുലാർ ഏതാ? ഹാസ്. ഇനി ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന സെൻസ് എന്ത് ചേർക്കണം? ബീൻ. ഹാസ് ബീൻ റിട്ടൺ. ഹാസ് ബീൻ റിട്ടൺ ബൈ ആരാ? ദം. ബൈ ദം. ഇങ്ങനെ എഴുതാം. ആൻ എക്സാം ഹാസ് ബീൻ റിട്ടൺ ബൈ ദം. അവിടെ ഉത്തരമായിട്ട് വരുന്നു. മറ്റൊരു ചോദ്യം നോക്കിയേ. ഹി വിൽ റൈറ്റ് എ പോയം. ഹി വിൽ റൈറ്റ് എ പോയം. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, വിൽ എന്ന് പറയുന്ന ഓക്സിലറി ആണ്, റൈറ്റ് എന്ന് പറയുന്ന വെർബാണ്, എ പോയം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? എ പോയം. എ പോയം. എ പോയം സിംഗുലാർ ആണ്. നമുക്ക് വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന എല്ലാ ഓക്സിലറിയും സിംഗുലാറുമാണ്, പ്ലൂറലാണ്. അവയ്ക്ക് ക്ലാസിഫിക്കേഷൻ സിംഗുലാറെന്നോ പ്ലൂറലെന്നോ വേരിയേഷൻ ഇല്ല. വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന എല്ലാ ഓക്സിലറിയും നമുക്ക് സിംഗുലാറായും പ്ലൂറലായും എടുക്കാം. അപ്പോൾ നമുക്ക് വില്ല് അതുപോലെ തന്നെ എഴുതാം. ഹി വില്ല്. അതായത് സോറി, ദ പോയം വിൽ. വില്ല് വരുന്ന സെൻസിൽ എന്ത് ചേർക്കണം? ബി. വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വന്നാൽ പാസീവ് എങ്ങനെ? ഒബ്ജക്റ്റ്, ഓക്സിലറി, ബി പ്ലസ് വി3. നോക്ക്, അവിടെ വിൽ ബി റിട്ടൺ. വിൽ ബി റിട്ടൺ ബൈ ഹിം. ബൈ ഹിം. ഇത്രേ ഉള്ളൂ. എ പോയം വിൽ ബി റിട്ടൺ ബൈ ഹിം. ചോദ്യം നോക്കിയേ. ഹി സോൾവ്സ് എ പ്രോബ്ലം. ഹി സബ്ജക്റ്റ് ആണ്, സോൾവ്സ് എസ്സിൽ അവസാനിച്ചു.
എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ എന്ന് പറഞ്ഞാൽ പാസീവ് വോയിസ് എങ്ങനെ എഴുതാം? ഒബ്ജക്റ്റ് ഈസ് ആം ആറ് പ്ലസ് V3. നമുക്ക് അതിന്റെ മണ്ടയിൽ ഈസ് ആം ആറ് എന്ന് എഴുതി വെച്ചാൽ തെറ്റൂല. ആറ് എ പ്രോബ്ലം എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. നമ്മൾ ആദ്യം എന്ത് ചെയ്ത്? എ പ്രോബ്ലം. ഇനി എ പ്രോബ്ലം സിംഗുലർ ആയതുകൊണ്ട് ഏതെഴുതാം? ഈസ്. ഇനി എസ്സിലൊക്കെ അവസാനിച്ച അതിന്റെ പാസീവ് എങ്ങനെയാ? ഒബ്ജക്റ്റ് ഈസ് ആം ആർ പ്ലസ് V3. സോൾവിന്റെ മൂന്നാമത്തെ രൂപ ഏതാ? സോൾവ്ഡ്. പാസീവായി ബൈ ആരാ? ഹിം. ബൈ ഹിം. എ പ്രോബ്ലം ഈസ് സോൾവ്ഡ് ബൈ ഹിം. മറ്റൊരു ചോദ്യം നോക്കിയേ. ഹി സ്റ്റാർട്ടഡ് എ ന്യൂ ജോബ്. ഹി സ്റ്റാർട്ടഡ് എ ന്യൂ ജോബ്. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ V2. V2 എന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ ഓക്സിലറി എടുക്കാം? വാസ് അല്ലെങ്കിൽ വേറെ എടുക്കാം. എ ന്യൂ ജോബ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പാസീവ് എങ്ങനെ എഴുതാം? എ ന്യൂ ജോബ്. എ ന്യൂ ജോബ് സിംഗുലാർ ആയതുകൊണ്ട് വാസ്. വാസ് സ്റ്റാർട്ടഡ്. എ ന്യൂ ജോബ് വാസ് സ്റ്റാർട്ടഡ് ബൈ ആരാ? ഹിം. ബൈ ഹിം. എ ന്യൂ ജോബ് വാസ് സ്റ്റാർട്ടഡ് ബൈ ഹിം. എ ന്യൂ ജോബ് വാസ് സ്റ്റാർട്ടഡ് ബൈ ഹിം. പാസീവായിട്ട് മാറി. ക്ലിയർ ആണോ? അപ്പോൾ രണ്ടാമത്തെ ചോദ്യം പാസീവ് വോയിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അടുത്ത മൂന്നാമത്തെ നിങ്ങളെ ചോദ്യം ഇതായിരുന്നു. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ്ലി റിട്ടേൺ കോമ്പൗണ്ട് വേർഡ്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ കോമ്പൗണ്ട് വേർഡ് അല്ലാതെ എഴുതിയിരിക്കുന്ന വാക്ക് ഏത് എന്നാണ് ചോദ്യം. സിസ്റ്ററിനിലോ ഓപ്ഷനിലുണ്ട്, 5 റുപ്പി കോയിൻ ഓപ്ഷനിലുണ്ട്, സ്വിമ്മിംഗ് പൂൾ ഓപ്ഷനിലുണ്ട്, സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എന്നത് ഓപ്ഷനിലുണ്ട്. ഏതാ? കാണുമ്പോഴേ മനസ്സിലാവും. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? ഡി ഓപ്ഷനാണ്. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ടാണ് ഉത്തരമായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം കോമ്പൗണ്ട് വേർഡ്. അപ്പം എന്താണ് ഈ കോമ്പൗണ്ട് വേർഡ് എന്ന് മനസ്സിലാക്കുക. രണ്ടോ അതിലധികമോ പൂർണ്ണാർത്ഥമുള്ള വാക്കുകൾ ചേർത്ത് മൂന്നാമതൊരർത്ഥം അല്ലെങ്കിൽ പുതിയൊരു വേർഡ് ഉണ്ടാക്കിയാൽ അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് വേർഡ്. രണ്ടോ അതിലധികമോ വാക്കുകൾ ചേർത്ത് മൂന്നാമതൊരു വാക്കുണ്ടാക്കിയാൽ അതിന് പറയുന്ന പേര് കോമ്പൗണ്ട് വേർഡ്. സിസ്റ്റർ ഒരു വാക്ക്, ഇന്നൊരു വാക്ക്, ലോ ഒരു വാക്ക്. സിസ്റ്ററിന് ലോ കോമ്പൗണ്ട് വേർഡാണ്. ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡാണ്. അതെന്താണെന്ന് ഞാൻ പറയും. 5 റുപ്പി കോയിൻ, 5 റുപ്പി വരുന്നു, കോമ്പൗണ്ട് വേർഡാ. സ്വിമ്മിംഗ് പൂള് കോമ്പൗണ്ട് വേർഡാ. ഇതൊരു സെന്റൻസിന്റെ ഒരു ഭാഗമായിട്ട് വന്ന സാധനമാണ്, മറ്റൊരു വേർഡൊന്നുമില്ല. സ്വിമ്മിങ് നീന്തുക, പൂള് എന്ത് ചെയ്യുന്നൂടെ? കുളം അല്ലെങ്കിൽ നീന്തൽ കുളം. ഇനി 5 റുപ്പി എന്ത് ചെയ്യുന്നൂടെ? 5 രൂപ കോയിൻ എന്നത് മറ്റൊരു ഇതായിട്ട്. സിസ്റ്റർ ഇൻ ലോ, സിസ്റ്റർ ഒരു വാക്ക്, ഇന്ന് ലോ വന്നപ്പോൾ എന്ത് ചെയ്യും? സിസ്റ്റർ ഇൻ ലോ മറ്റൊരു വാക്കായിട്ട് മാറും. എന്നാൽ എന്താണ് ഈ കോമ്പൗണ്ട് വേർഡ്? കോമ്പൗണ്ട് വേർഡുകൾ എത്ര തരം? അതാണ് നമ്മളെ ചോദ്യം. കോമ്പൗണ്ട് വേർഡ് ഞാൻ പറഞ്ഞു, രണ്ടോ അതിലധികമോ വാക്കുകൾ ചേർത്ത് മൂന്നാമതൊരു വാക്കുണ്ടാക്കുന്നു. 3 ടൈപ്പ് കോമ്പൗണ്ട് വേർഡാണ് നമുക്കുള്ളത്. എത്ര ടൈപ്പാ? 3. ഒന്നാമത്തെ കോമ്പൗണ്ട് വേർഡിന്റെ പേരാണ് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്. ഒന്നാമത്തെ പേര് പറ, ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്. രണ്ടാമത്തെ പേരാണ് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്. രണ്ടാമത്തെ കോമ്പൗണ്ട് വേർഡിന്റെ പേര് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്. മൂന്നാമത്തെ കോമ്പൗണ്ട് വേർഡിന്റെ പേരാണ് ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. മൂന്നാമത്തെ പേര് ഏതാ? ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. ഏതൊക്കെയാ? ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്, 2 ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്, ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. ഇനി എന്താണ് ഇവ, എങ്ങനെ എഴുതാം? ഓപ്പൺ കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ വാക്കുകൾക്കിടയിൽ സ്പേസ് വരുന്നു. വാക്കുകൾക്കിടയിൽ സ്പേസ് ഇട്ട് എഴുതി കഴിഞ്ഞാൽ അതെല്ലാം ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്. ഇപ്പൊ രണ്ടാമത്തത് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്. എന്താണെന്ന് പറഞ്ഞു? വാക്കുകൾക്കിടയിൽ അല്ലെങ്കിൽ വാക്കുകൾ ചേർത്ത് എഴുതി മൂന്നാമതൊരർത്ഥം തരുന്ന വാക്കുണ്ടാക്കിയാൽ അത് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്. അപ്പൊ എന്താണ് ഈ ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്? വാക്കുകൾക്കിടയിൽ സ്പേസ് ഇട്ട് എഴുതി മൂന്നാമതൊരർത്ഥം തരുന്ന വാക്കുണ്ടാക്കിയാൽ അത് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്. വാക്കുകൾ ചേർത്ത് എഴുതി മൂന്നാമതൊരർത്ഥം ഉണ്ടാക്കുന്ന വാക്കുണ്ടാക്കിയാൽ ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്. എന്നാൽ വാക്കുകൾക്കിടയിൽ ഹൈഫൺ വരികയാണെങ്കിൽ, വാക്കുകൾക്കിടയിൽ ഹൈഫൺ ഇട്ട് എഴുതി കഴിഞ്ഞാൽ അത് പറയുന്നതാണ് ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. പഠിച്ചു വയ്ക്കുക. ഈ രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട് ഇല്ലേ? അപ്പം 3 അത് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ താഴെ തന്നിരിക്കുന്ന ഒരു വേർഡ് തന്നെ പല രീതിക്ക് എഴുതിയിട്ടുണ്ട്. ചേർത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും, ഹൈഫൺ ഇട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും, സ്പേസ് ഇട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് എങ്ങനെ എഴുതും എന്ന് നമ്മൾ പഠിക്കണം. ഇതിൽ ഏത് രീതിയാണ് ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എഴുതണം. നമ്മൾ നോക്കിയേ, ഓപ്പൺ കോമ്പൗണ്ട് വേർഡിന് എക്സാമ്പിൾ ഫുൾ മൂൺ. കണ്ട, ഫുള്ള് ഒരു സ്പേസ് ഉണ്ട്, മൂൺ. അതുപോലെ ലിവിങ് റൂം, ലിവിങ് ഒരു സ്പേസ് ഉണ്ട്, റൂം. അതുപോലെ ഡൈനിങ് ഹാള് സ്പേസ് ഇട്ട് എഴുതിയിരിക്കുന്നു. അതുപോലെ ഡെക്ക് ചെയർ സ്പേസ് ഇട്ട് എഴുതിയിരിക്കുന്നു. അതുപോലെ ടീ കപ്പ് സ്പേസ് ഇട്ട് എഴുതിയിരിക്കുന്നു. അതുപോലെ സെർവിങ് സ്പൂണ് സ്പേസ് ഇട്ട് എഴുതിയിരിക്കുന്നു. അതുപോലെ സീറ്റ് ബെൽറ്റ് സ്പേസ് ഇട്ട് എഴുതിയിരിക്കുന്നു. ഐസ് ക്യൂബ്സ്, ക്യൂബ് സ്പേസ് ഇട്ട് എഴുതിയിരിക്കുന്നു.
അതേപോലെ ഐസ്ക്രീം സ്പേസ് ഇട്ട് എഴുതിയിരിക്കുന്നു. അതുപോലെ റിയൽ എസ്റ്റേറ്റ് സ്പേസ് ഇട്ട് എഴുതിയിരിക്കുന്നു. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്. ഇനി നോക്കിയേ, ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ് എന്താ? വാക്കുകൾ ചേർത്ത് എഴുതുന്നു. വിൻഡ് ഫാൾ ചേർത്ത് എഴുതിയിരിക്കുന്നു. കണ്ടാ, ബേസ്ബോൾ ചേർത്ത് എഴുതിയിരിക്കുന്നു. റെയിൽവേ ചേർത്ത് എഴുതിയിരിക്കുന്നു. അതേപോലെ ബർത്ത്ഡേ ചേർത്ത് എഴുതിയിരിക്കുന്നു. അതുപോലെ ഫുട്ബോൾ ചേർത്ത് എഴുതിയിരിക്കുന്നു. ആഫ്റ്റർനൂൺ ചേർത്ത് എഴുതിയിരിക്കുന്നു. ബ്ലാക്ക് ബോർഡ് ചേർത്ത് എഴുതിയിരിക്കുന്നു. ലിപ്സ്റ്റിക്ക്, അതേപോലെ ലിപ്സ്റ്റിക്ക് 2 വന്നിരിക്കുന്നു. അതേപോലെ എന്ത് ചെയ്യുന്നു, മൂൺലൈറ്റ്, ഇതെല്ലാം ചേർത്ത് എഴുതിയിരിക്കുന്നു. പറയുന്നതാണ് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്. ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ് മറക്കരുത്. ഇപ്പോൾ ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്കുകൾ ചേർത്ത് എഴുതി മൂന്നാമതൊരർത്ഥം തരുന്ന വാക്കുണ്ടാക്കിയാൽ ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്. ഇനി ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ് എന്താ? വാക്കുകൾക്കിടയിൽ സ്പേസ് ഇട്ട് എഴുതും. നമുക്ക് മദർ ഇൻ ലോ സ്പേസ് ഇട്ട് എഴുതിയിരിക്കുന്നു. അപ്പം എന്ത് ചെയ്യും, സൺ ഇൻ ലോ, സോറി സ്പേസ് അല്ല, ഹൈഫൺ ഇട്ട് എഴുതുന്നു. സൺ ഇൻ ലോ ഹൈഫൺ ഇട്ട് എഴുതിയിരിക്കുന്നു. ബ്രദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, വെൽബീയിങ്, അതേപോലെ സിംഗിൾ മൈൻഡഡ്, അതുപോലെ വൺ സൈഡഡ്, ക്ലോസ് അപ്പ്, റൺ അപ്പ്, ഇതെല്ലാം എന്ത് ടൈപ്പാണെന്ന് ചോദിച്ചാൽ ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. ഇപ്പം എന്താണ് കോമ്പൗണ്ട് വേർഡ്, എത്ര തരമാണ്, ഏതൊക്കെയാണ്, ഓരോന്നിൻ്റെ എക്സാമ്പിൾ എന്താണ് അറിയാമല്ലോ. അപ്പം നിങ്ങൾക്ക് ഇതിൽ ആഡിങ് എക്സാമ്പിൾസ്, കുറച്ചും കൂടെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് അതിനത് ഇലാബറേറ്റ് ചെയ്തെടുക്കാം. ക്ലിയർ ആണല്ലോ? മറക്കരുത് കോമ്പൗണ്ട് വേർഡ് എന്താണെന്നും അതിൻ്റെ തരങ്ങൾ എന്താക്കാം. നോക്കിയേ, മൂന്നാമത്തെ ചോദ്യം അബ്രിവേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. വൊക്കാബുലറിയിലെ ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പം മാറി വന്ന സിലബസിലെ അബ്രിവേഷൻസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. PSC പണ്ടേ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് ഈ അബ്രിവേഷൻസ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിലൊന്നാണ് അബ്രിവേഷൻസ്. ചുരുക്കെഴുത്തുകളും ഫുൾ ഫോം. ATMൻ്റെ ഫുൾ ഫോം എന്താണ്? ATMൻ്റെ ഇപ്പോൾ നമ്മളെ ക്ലാസ് നിങ്ങൾക്കറിയാം, ഓഫ്ലൈൻ ഓൺലൈനിലെല്ലാം നമ്മൾ അബ്രിവേഷൻസ് എല്ലാം എടുത്തതാണ്. ഓഫ്ലൈനിലും ഓൺലൈനിലും നമ്മൾ അബ്രിവേഷൻസ്, അത് ഇപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ അപ്ഡേറ്റഡ് സിലബസ് വരുന്നതിന് മുമ്പും അബ്രിവേഷൻസ് എടുത്തു കൊടുക്കുന്നതാണ്. ഇപ്പോൾ നോക്കിയേ, ATMൻ്റെ ഫുൾ ഫോം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ? ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ്. ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ ഏതാ? ഓപ്ഷനിൽ സി ഓപ്ഷൻ, ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. കണ്ട, ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലാണ് മാറ്റിയിരിക്കുന്നത്. ഓട്ടോമാറ്റഡ് ടെല്ലിംഗ് മെഷീൻ എന്നുണ്ട്, ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ എന്നുണ്ട്, ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ എന്നുണ്ട്, അതുപോലെ ഓട്ടോമാറ്റിക് ടെല്ലിംഗ് മെഷീൻ എന്നുണ്ട്. അപ്പോൾ നമ്മൾ നമുക്ക് ചെറിയൊരു വ്യത്യാസങ്ങളിലാണ് ഓപ്ഷൻസ് മാറ്റം കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ, സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ കുറച്ച് അബ്രിവേഷൻസ് നമുക്ക് പഠിക്കാം. സിമ്മിൻ്റെ ഫുൾ ഫോം എന്താ? സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ എന്നാണ് കേട്ടോ. സിമ്മിൻ്റെ ഫുൾ ഫോം എന്താ? സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ എന്നാണ്. അതുപോലെ ATM നമ്മൾ പഠിച്ചു, ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ്. ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. അതുപോലെ പാനിൻ്റെ ഫുൾ ഫോം എന്താ? പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്നാണ്. പാൻ പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്നാണ്. അതുപോലെ IFSC കോഡ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് എന്നാണ്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്, IFSC, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് എന്നാണ്. UPI എന്ന് പറഞ്ഞാൽ എന്തുവാ? യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നാണ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നാണ്. അതുപോലെ EMI എന്ന് പറഞ്ഞാൽ EMI ആയിട്ട് സാധനമൊക്കെ വാങ്ങാറുണ്ട്. ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്നാണ്. EMI ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്നാണ്. അതുപോലെ GDP എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ്. GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ്. എന്നാൽ GNP എന്ന് പറഞ്ഞാലോ? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്നാണ്. GNP ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്നാണ്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഇനി വാറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? വാല്യൂ ആഡഡ് ടാക്സ് എന്നാണ്. വാറ്റ് വാല്യൂ ആഡഡ് ടാക്സ് എന്നാണ്. GST എന്ന് പറഞ്ഞാൽ എന്തുവാ? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ്. അതുപോലെ CEO എന്ന് പറഞ്ഞാൽ എന്തുവാ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ്. ക്ലിയർ ആയോ? മറക്കരുത് കേട്ടോ. ഇതെല്ലാം അബ്രിവേഷൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. വാട്ട് ഡസ് ദ ഫ്രൈസൽ വെർബ് മീൻസ്? പുട്ട് ഓഫ്, ടു പുട്ട് ഓഫ്. ടു പുട്ട് ഓഫ് എന്ന് പറയുന്ന ഫ്രൈസൽ വെർബിന്റെ മീനിങ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുട്ട് ഓഫ് എന്ന് പറയുന്ന ഫ്രൈസൽ വെർബിന്റെ മീനിങ് ഒന്ന് വായിച്ചിട്ട് ഉത്തരം പറഞ്ഞു നോക്കിയേ. പുട്ട് ഓഫ് എന്നതിന്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു നോക്കിയേ.
അല്ലേ? ഫ്രൈസൽ വെർബ് ഒക്കാബുലറിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, ഒക്കാബുലറിയുള്ള സെക്ഷനിൽ വരുന്ന ചോദ്യമാണ്. ഫ്രൈസൽ വെർബിന്റെ മീനിങ് എന്നതാണ് ചോദ്യം. ടു ചേഞ്ച് ഉണ്ട്, ടു ബിൽഡ് ഉണ്ട്, ടു പ്ലേസ് ഉണ്ട്, ടു പോസ്റ്റ്പോൺ ഉണ്ട്. എപ്പോഴും ചോദിക്കുന്നതാണ്. ഏതാ? പുട്ട് ഓഫ് മീൻസ് ടു പോസ്റ്റ്പോൺ എന്നാണ് കേട്ടോ. മാറ്റി വെക്കൂ അല്ലെങ്കിൽ നീട്ടി വെക്കൂ എന്ന അർത്ഥത്തിൽ പോസ്റ്റ്പോൺ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഡി ഓപ്ഷനാണ്. അപ്പോൾ ഫ്രൈസൽ വെർബ് പരീക്ഷകളിൽ വളരെ പ്രാധാന്യമുള്ളതാണ്, നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മൾ ഫ്രൈസൽ വെർബെല്ലാം സെറ്റായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഓരോ സെറ്റുകളായിട്ട് ഓരോന്നിൻ്റെയും ഫുള്ളായിട്ട് ഫ്രൈസൽ വെർബ് പഠിച്ചതാണ്, എൻ്റെ PVQ ചെയ്തതാണ്. അപ്പോൾ നോക്കിയേ, ഫ്രൈസൽ വെർബിൽ ആദ്യം വരുന്നതാണ് പുട്ട്. പുട്ടുമായി ബന്ധപ്പെട്ട ഫ്രൈസൽ വെർബുകളാണ്. ഒന്നാമത്തെ പുട്ട് എബൌട്ട്. പുട്ട് എബൌട്ട് മീൻസ് പബ്ലിഷ് ചെയ്യുക എന്നാണ്. പുട്ട് എബൌട്ട് മീൻസ് പബ്ലിഷ്. പുട്ട് എക്രോസ് ആണെങ്കിൽ എക്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും. പുട്ട് എക്രോസ് മീൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്. രണ്ടെണ്ണം. പുട്ട് എബൌട്ട് മീൻസ് പബ്ലിഷ്, പുട്ട് എക്രോസ് മീൻസ് കമ്മ്യൂണിക്കേറ്റ്. ഇനി പുട്ടാൻ എൻഡ് എന്ന് പറഞ്ഞാലോ, പുട്ടാൻ എൻഡ് മീൻസ് സ്റ്റോപ്പ് എന്നാണ് കേട്ടോ. പുട്ടാൻ എൻഡ് സ്റ്റോപ്പ്. പുട്ടാൻ എൻഡ് മീൻസ് സ്റ്റോപ്പ് എന്നാണ്. എന്നാൽ പുട്ട് ബാക്ക് എന്ന് പറഞ്ഞാലോ, പുട്ട് ബാക്ക് റീസ്റ്റോർ ചെയ്യുക. പുട്ട് ബാക്ക് റീസ്റ്റോർ, തിരിച്ചു കൊണ്ടുവരിക. പുട്ട് ബാക്ക് റീസ്റ്റോർ. പുട്ട് ബൈ എന്ന് പറഞ്ഞാലോ സേവ്. പുട്ട് ബൈ മീൻസ് സേവ്. ഒന്നും കൂടെ പറഞ്ഞേ. പുട്ട് എബൌട്ട് പബ്ലിഷ്, പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്, പുട്ട് ആൻ എൻഡ് സ്റ്റോപ്പ്, പുട്ട് ബാക്ക് റീസ്റ്റോർ, പുട്ട് ബൈ സേവ്. ഇനി പുട്ട് ഫോർ എന്ന് പറഞ്ഞാലോ മേക്ക് ആൻ അറ്റംപ്റ്റ് എന്നാണ്. പുട്ട് ഫോർ മേക്ക് ആൻ അറ്റംപ്റ്റ്. എന്നാൽ പുട്ട് ഫോർത്ത് ആണെങ്കിലോ ടു പ്രൊഡ്യൂസ് എന്നാണ്. പുട്ട് ഫോർത്ത് ടു പ്രൊഡ്യൂസ്. അതുപോലെ പുട്ട് ഇൻ എന്ന് പറഞ്ഞാലോ ഇൻവെസ്റ്റ് ചെയ്യുക എന്നാണ്. പുട്ട് ഇന്ന് ഇൻവെസ്റ്റ്. ഇനി പുട്ട് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പുട്ട് ഓഫ് പോസ്റ്റ് പോൺ എന്നാണ്. പുട്ട് ഓഫ് പോസ്റ്റ്പോൺ ചെയ്യുക. പുട്ട് ഓഫ് ചെയ്യുക, പോസ്റ്റ്പോൺ. അതുപോലെ എന്ത് ചെയ്യും? പുട്ട് ഓൺ എന്ന് പറഞ്ഞാലോ പുട്ട് ഓണ്, പുട്ടാണ് കേട്ടാ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? പുട്ട് ഓണ്, പുട്ട് ഓണ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ടു വിയർ, ധരിക്കുക എന്നാണ്. പുട്ട് ഓൺ മീൻസ് ടു വിയർ, ധരിക്കുക എന്നാണ്. ഇനി പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ടു എക്സ്റ്റിങ്ക്വിഷ്, തീ കെടുത്തുക. പുട്ട് ഔട്ട് ടു എക്സ്റ്റിങ്ക്വിഷ്. ഓക്കെ. അതുപോലെ പുട്ട് അപ്പ് മീൻസ് ബിൽഡ്. എന്നാൽ പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാലോ ടോളറേറ്റ്. പുട്ടപ്പ് ബിൽഡ്, പുട്ടപ്പ് വിത്ത് ടോളറേറ്റ്. പുട്ട് ഡൗൺ മീൻസ് സപ്രസ് ചെയ്യുക. പുട്ട് ഡൗൺ സപ്രസ്. പുട്ട് ഡൗൺ മീൻസ് സപ്രസ്. എന്നാൽ പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാലോ സജസ്റ്റ് എന്നാണ്. പുട്ട് ഫോർവേഡ്, സജസ്റ്റ്. നമ്മൾ പുട്ടുമായിട്ട് ബന്ധപ്പെട്ട ഫ്രൈസൽ വെർബുകളാണ് നോക്കിയത്. ഒന്നും കൂടെ എന്നോട് കുറച്ച് പറഞ്ഞു നോക്കിയേ. പുട്ട് എബൌട്ട് പബ്ലിഷ്, പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്, പുട്ട് ആൻ എൻഡ് സ്റ്റോപ്പ്, പുട്ട് ബാക്ക് റീസ്റ്റോർ, പുട്ട് ബൈ സേവ്, പുട്ട് ഫോർ മേക്ക് ആൻ അറ്റംപ്റ്റ്, പുട്ട് ഫോർത്ത് പ്രൊഡ്യൂസ്, പുട്ട് ഇൻ ഇൻവെസ്റ്റ്, പുട്ട് ഓഫ് പോസ്റ്റ്പോണ്, പുട്ട് ഓൺ ടു വെയർ, പുട്ട് ഔട്ട് എക്സ്റ്റിങ്ക്വിഷ്, പുട്ട് അപ്പ് ബിൽഡ് ഓർ കൺസ്ട്രക്റ്റ്, പുട്ട് അപ്പ് വിത്ത് ടോളറേറ്റ്, പുട്ട് ഡൗൺ സപ്രസ്, പുട്ട് ഫോർവേഡ് സജസ്റ്റ്. അപ്പോൾ ഫ്രൈസൽ വെർബുകളെല്ലാം നോക്കി വയ്ക്കണം. ഓക്കെ, താങ്ക് യു.